കലികാലത്തിലെ സംസാരരോഗത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഔഷധമായി പണ്ഡിതന്മാർ ഭാഗവതഗതാമൃതത്തെ നിർദ്ദേശിക്കുന്നു. പുരാണങ്ങളും മഹാഭാരതവും രചിച്ചിട്ടും മനഃശാന്തി ലഭിക്കാതെയിരുന്ന വ്യാസഭഗവാന് ഭാഗവതം രചിച്ച ശേഷമാണ് പൂർണ്ണശാന്തി ലഭിച്ചത്. ശാസ്ത്രങ്ങളെ ഒരു തട്ടിലും ഭാഗവതത്തെ മറുതട്ടിലും വെച്ച് ബ്രഹ്മാവ് തൂക്കിനോക്കിയപ്പോൾ ഭാഗവതം വെച്ച തട്ടാണ് കൂടുതൽ തൂങ്ങിയത് എന്ന കഥ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഭാഗവത പാരായണത്തിനുള്ള പ്രാധാന്യം ഇത്തരം കഥകൾ വിളംബരം ചെയ്യുന്നു. ശ്രീമഹാഭാഗവതം കിളിപ്പാട്ടിന്റെ കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായവ്യത്യാസം നിലനിൽക്കുന്നു. കിളിപ്പാട്ടിന്റെ ചടങ്ങനുസരിച്ച് കവി ആദ്യമായി കിളിയെ ആദരപൂർവ്വം വിളിച്ചുണർത്തുന്നു. മാനസപദ്മത്തിൽ വാഴുന്നതും ആദിമൂല ശ്രീപരമാനന്ദ സ്വത്വത്തിൽ നിന്ന് ഉണർന്നിറങ്ങി വന്ന അമൃതം പാനം ചെയ്ത് എപ്പോഴും ആനന്ദിക്കുന്നതുമായ പൈങ്കിളിപ്പെണ്ണിനെ വിളിച്ചുണർത്തുന്നു. മനുഷ്യജീവിതം പാഴായിപ്പോകുന്നതിനു മുൻപ് മനസ്സ് തെളിഞ്ഞ് ദിവ്യാനന്ദത്തിന്റെ സ്വഭാവമായ മോക്ഷം നേടാൻ എളുപ്പമുള്ള സാധനം എന്താണെന്ന് തക്കസമയത്ത് പറഞ്ഞു തരാൻ അപേക്ഷിക്കുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പരമ്പരാഗതമായ ശൈലിയിൽ കാവ്യം പാടിത്തുടങ്ങാൻ കിളിയെ ക്ഷണിക്കുന്നു. കവിയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി കിളി പറയുന്നത് മോക്ഷം നേടാനുള്ള വഴികളും വേദാന്തസാരങ്ങളും മുനീന്ദ്രന്മാർ പലവിധത്തിൽ ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാൾ എളുപ്പവും സുഖകരവുമായ മാർഗം പുരാണങ്ങൾ പറയുകയും കേൾക്കുകയുമാണ്. ചൊല്ലെഴുന്ന എല്ലാ പുരാണങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് ഭാഗവതമാണെന്ന് കേൾക്കുന്നു. പദ്മാദി പുരാണങ്ങൾ നല്ലതാണെങ്കിലും പരമാത്മതത്വം അറിയുന്നതിന് ഭാഗവതമാണ് ഏറ്റവും എളുപ്പമായത് എന്ന് കിളി നിശ്ചയിച്ചു പറയുന്നു. ഭാഗവതത്തെ മറ്റുള്ള ശാസ്ത്രീയ മോക്ഷമാർഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് കിളി പറയുന്നു. ഓരോരോ ശാസ്ത്രങ്ങളിൽ ഉപദേശിച്ചിട്ടുള്ള മോക്ഷമാർഗങ്ങൾ നിരൂപിച്ചാൽ എളുപ്പമുള്ളവയല്ല. ഓരോരോ ജനങ്ങൾക്കും മുക്തതിമാർഗങ്ങൾ ഓരോരോ വിധമാണ്. എന്നാൽ ഭാഗവതത്തിൽ ഉപദേശിച്ചിരിക്കുന്നത് എല്ലാവർണ്ണക്കാർക്കും ഒരുപോലെ നന്നായി സാധിക്കാവുന്നതും ഏറ്റവും എളുപ്പമുള്ളതുമായ മാർഗമാണ്. എത്രയും എളുതായി മോക്ഷം ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിക്കാനാണ് വേദവ്യാസൻ ഭാഗവതം ചമച്ചത്. ഭാഗവതത്തിൽ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമധ്യാനങ്ങളും ഇടകലർത്തി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ഭക്തിമാർഗത്തിൽ നിരന്തരം രമിക്കുന്നതിനുവേണ്ടിയായാണ് മറ്റുള്ള കഥകളെല്ലാം വ്യാസൻ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കിളിയുടെ മൊഴി തുടരുന്നു. പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥകാമമോക്ഷങ്ങൾ, പരമാത്മതത്വം, അത് നേടാനുള്ള മാർഗം, ശുദ്ധമായ ധർമ്മം എന്നിവ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഭാഗവതം കേൾക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ തന്നെ ഭക്തി ഉണ്ടാകുമെന്നും അതിലൂടെ മോക്ഷം ലഭിക്കുമെന്നും കിളി പറയുന്നു. വേദങ്ങളുടെ പ്രാമാണ്യത്തിൽ നിന്നേ സുഖം ലഭിക്കുകയുള്ളൂ എന്ന് ഇത് വ്യക്തമാക്കുന്നു. വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ ആനന്ദം നിറഞ്ഞ ഫലമാണ് ഭാഗവതം. ഇത് ശുഗമുഖത്തിൽ നിന്ന് അമൃതധാരയായി ഭൂമിയിലേക്ക് ലഭിച്ചു. വേദവ്യാസൻ തന്റെ പുത്രനായ ശുഗബ്രഹ്മർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു. ശുഗൻ അത് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞുകൊടുത്തു. ഭാഗവതം എന്ന ഈ അമൃത് പരനിൽ ലയിക്കുന്നതുവരെ, മോക്ഷം ലഭിക്കുന്നതുവരെ രസികന്മാരായ ഭാഗവതമുഖ്യന്മാർ ആവോളം പാനം ചെയ്തുകൊള്ളുക എന്ന് കിളി ആഹ്വാനം ചെയ്യുന്നു. ഭാഗവതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ കവി കഥ കേൾക്കാൻ തിടുക്കം പൂണ്ട് കിളിയോട് പറയുന്നു. എങ്കിലോ ചൊല്ലു സംസാരജീവിത ദുഃഖം കൊണ്ട് ഉണ്ടാകുന്ന സങ്കടം പോകുമെണ്ണം വൈകാതെ ശുഗമേ, നീ കഥ പറഞ്ഞു തുടങ്ങുക. ഇവിടെ കിളിയെ ശുഗൻ, കിളി എന്നും വ്യാസപുത്രനായ ശുഗമഹർഷി എന്നും അർത്ഥം എന്ന് വിളിച്ച്